ഞാനാണ് പാൽക്കാരി ശാരദ. പാല് അടുക്കളയിലേക്ക് വെച്ചേക്ക്. കൊച്ചമ്മ അവൾ ഇന്നലെ വീട്ടിൽ പോയി. പ്രസവം കഴിഞ്ഞേ വരൂ. തിളപ്പിച്ച് തരണേ യജമാനെ. ആ യജമാനെ, തീപ്പെട്ടി എവിടെ ഇരിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? അല്ല, വിക്രമിനെ ഒരു പോലീസ് ഓഫീസറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ബുദ്ധിമുട്ടിയ പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് തീരുമാനിച്ചു. അപ്പോ ഗവൺമെന്റ് സാങ്ഷന്റെ കാര്യം ഇന്ന് തന്നെ ഐ ജിയെ കണ്ട് അനുമതി വാങ്ങാം. താങ്ക്സ്. ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബൈ ഓൾ മീൻസ്. അവന് സെല്ലുക്കുള്ള പോട്ടാത്ത ശങ്കർ. യെസ് സർ. You please contact IG's PA and fix up an appointment today itself. Yes, sir. ഹലോ, വത്സലയല്ലേ? ആ അതെ, ഞാൻ തന്നെ. ആ ജയമോഹന്റെ അസുഖമൊക്കെ ഭേദമായി. ഇനി കുറച്ചാൾ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. വേണ്ട, വീട്ടിൽ വേണ്ട, നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് നല്ലത്. ആ വത്സല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തണം. വാച്ച്മാനോടുണ്ട്. ജയമോഹനോടൊന്നിച്ച് ഞാനും അവിടെ എത്താം. ഓക്കെ? വിക്രമ, നിന്നെ അയക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്തിട്ട് വരണം. മിസ്റ്റർ മേനോൻ, നൗ യു ക്യാൻ ടേക്ക് ഹിം. ഗുഡ് ലക്ക്. താങ്ക്സ്. വരൂ വിക്രമ.
അകത്തേക്ക് വിളിച്ചോണ്ടോ? വന്നാട്ടെ. ആ ചെല്ലേ, പെട്ടെന്ന് കാപ്പി ഇട്ട് കൊടുക്കണം. ഓ. മോള് വാ, പറയാം. ശങ്കരപ്പിള്ളേ, എന്തോ? ആ വാതിൽ പുറത്തുനിന്ന് അടച്ചേക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം. ശരി. വരും. കുഞ്ഞെ കാപ്പി അവിടെ വെച്ചേക്ക്. അവിടെ വെച്ചിരുന്നാ തണുത്തു പോവും. തണുത്ത കാപ്പി എനിക്കിഷ്ടം. എന്നാ തണുത്തിട്ട് കുടിച്ചാ മതി. ശങ്കരപ്പിള്ള പുറത്തിരിക്കാം. മോളെ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. ജയനെ ഏതോ ദ്രോഹികൾ മനഃപൂർവ്വം കൊന്നതാണ്. അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവനെ ഞാൻ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മോടെ സഹായമാണ് ഏറ്റവും പ്രധാനം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്കിൾ പറയൂ, അതുപോലെ ചെയ്യാം. അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറ്റാരും അറിയണ്ട. ജയം മരിച്ചുപോയ വിവരം കുഞ്ഞുങ്ങളോട് പോലും പറയരുത്. അതുപോലെ തന്നെ ഇവനെ ജയമോഹനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി മോൾ അങ്കിളിനെ സഹായിക്കുകയും വേണം. അങ്കിൾ, എന്റെ ജയേട്ടനെ കൊന്ന ദ്രോഹികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവനെ എങ്ങനെങ്കിലും നമുക്ക് ട്രെയിൻ അങ്ങനെ ചതിച്ചു. എന്താ ശങ്കരപിള്ളേ? കുഞ്ഞിനെ കാണുന്നില്ല. ജയമോഹനെയോ? അതെ, ഓട് പൊളിച്ചാ ചാടിയിരിക്കുന്നേ. ബ്ലഡി ബാസ്റ്റർഡ്. ഞാൻ ക്യാമറ എടുക്കാൻ മറന്നു. നമ്മുടെ പെറ്റികളൊക്കെ എങ്ങനെ ഇറക്കും? ഞാൻ കേറാമോ? നീ കേറ്. നീ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടല്ലോ. എന്ത് പറ്റിക്കീത്? ആരും എന്റെ കൈ ചവിട്ടി. ചവിട്ടിയോ? അതാരാ? ഞാനൊന്ന് നോക്കട്ടെ. വണ്ടിയുടെ മുകളിൽ ഒരാൾ ചത്തു കിടക്കുന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? മാരനിക്ക് തോന്നിയതല്ലേ? ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല. നല്ല തണുപ്പുണ്ടല്ലേ? ഡിസംബർ മാസത്തിൽ സിമിലേക്ക് പോണം. മലകളെല്ലാം മഞ്ഞു മൂടി കിടക്കും. തണുത്ത് ഉറച്ചു പോകും. നീ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്.
എന്റെ ചേച്ചിയും ചേട്ടനും സിമിലയിലാണ്. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അടുത്ത എക്സ്കർഷൻ നമുക്ക് സിമിലയിലാക്കി കളയാം. എത്ര പേര് കാണാൻ പോകാൻ? ഞാൻ വരാം. ഞാനും വരാം. എന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തിലാണ് നിന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത്. അത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ തുറന്നു പറയണം. എന്തിനാ ഓടിപ്പോയത്? എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ അടച്ചുപൂട്ടിയിടാനായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്കും വിശ്വാസമില്ല. ഓഹോ, അതായിരുന്നോ കാര്യം? ഇനിമേൽ അതുണ്ടാവില്ല. ഇന്നു മുതൽ വിക്രമൻ ഇവിടെ പൂർണ്ണ സ്വതന്ത്രനായിരിക്കും. എന്താ, സന്തോഷമായില്ലേ? സന്തോഷമൊന്നും ആയില്ല, എന്നാലും നോക്കട്ടെ. പോയി കാപ്പുടിക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ SMG കോളേജിൽ നിന്ന് വന്ന എക്സ്കർഷൻ പാർട്ടിയാണ്. What can I do for you? വൈകിട്ട് ഞങ്ങളൊരു ക്യാമ്പ് ഫയർ നടത്തുന്നുണ്ട്. മോണോ ആക്ടും ഡാൻസും ഒക്കെ ഉണ്ട്. Very good. സാർ ഇവിടെ ഉണ്ടെന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് അറിഞ്ഞു. ഇന്നത്തെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സാറിന് ക്ഷണിക്കാൻ വന്നതാ. സാറ് വരണം. വരാമല്ലോ. വത്സല ഇവിടെ? എന്റെ അങ്കിളാ. വത്സല ഇവരെ അറിയുമോ? കഴിഞ്ഞ വർഷത്തെ എന്റെ കോളേജ് മേറ്റ്സ് ഇവരൊക്കെ. അത് ശരി. ഇവരെ ക്യാമ്പ് ഫയറിന് ക്ഷണിക്കാൻ വന്ന. നമുക്ക് പൊക്കളയാം. എന്താ? ആ, പോകാം. വത്സലെ, ഞങ്ങളുടെ കൂടെ നീയും ഇന്നത്തെ ഡാൻസ് പങ്കെടുക്കണം. അയ്യോ, ഞാനോ? വത്സല കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിന് 1ാം സമ്മാനം നേടിയതാ. ഇന്നത്തെ പ്രോഗ്രാമിന് ഞങ്ങളോട് സഹായിക്കാൻ പറയണം സാർ. നിന്റെ നൃത്തം എനിക്കും ഒന്ന് കാണണം. പ്ലീസ് അക്സെപ്റ്റ് ദ റിക്വസ്റ്റ്. ശരി അങ്കിൾ. വത്സല നേരത്തെ വരുമോ? ഞാൻ 5 മണിക്ക് വരാം. പ്രിൻസിപ്പൽ വന്നിട്ടില്ലേ? അദ്ദേഹവും മിസ്സസും കൂടി സന്ധ്യയ്ക്ക് മുമ്പ് വരും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? ഓക്കെ. അങ്കിൾ, നമുക്ക് വിക്രമേട്ടനെ കൂടി കൊണ്ടുപോവാം. അവൻ അവിടെയും വല്ല കുഴപ്പവും കാണിച്ച മോശമല്ലേ മോളെ? കലാപരിപാടികളായതുകൊണ്ട് വെറുതെ ഇരുന്ന് കണ്ടോളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ കൊണ്ടുവന്നേക്കാം. സാധാരണ കൊലപ്പുള്ളികൾ വിശ്വസ്തരായിരിക്കും. അങ്ങോട്ട് വിശ്വസിച്ചാൽ ഇങ്ങോട്ടും വിശ്വസിക്കും. പക്ഷെ നീ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയെന്നറിയാം? എന്റെ തന്തയുടെ കുറ്റം കൊണ്ടായിരിക്കും. ഏത് എരപ്പാളിക്ക് ജനിച്ചു പോയന് എന്നെ കുറ്റം പറയാൻ പറ്റൂ? കുറ്റം നിന്റെ തന്നെയാണ്.
നിനക്ക് സ്നേഹം എന്തെന്നറിയില്ല. അങ്ങോട്ട് സ്നേഹിക്കുന്നവനെ ഇങ്ങോട്ടും സ്നേഹിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും വഞ്ചിക്കില്ല. അവനാണ് മനുഷ്യൻ. പക്ഷെ നീ മൃഗമാണ്. ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട മൃഗം. എനിക്ക് മതിയായി. നിന്നിലുള്ള പ്രതീക്ഷ തീർന്നിരിക്കുന്നു. നാളെ രാവിലെ തന്നെ നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടുപോയി വിടാൻ പോവാണ്. വിക്രമേട്ടനെ ജയിലിൽ കൊണ്ടുവന്ന് വിടാൻ പോവാണോ? അങ്കിൾ കാര്യമായിട്ടെന്നെ പറഞ്ഞതാണോ? അല്ലാതെ നിവൃത്തിയില്ല മോളെ. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസ്തനായ ഒരുത്തനെ കൊണ്ടല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടാനും പോകുന്നില്ല. അവനെ ജയിലിൽ തന്നെ കൊണ്ടുപോയി വിട്ടേക്കാം. അങ്കിൾ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല മോളെ. പക്ഷേ എന്റെ മനസ്സ് അങ്ങനെയല്ല പറയുന്നത്. ശ്രമിച്ചാൽ ശരി, ശ്രമിച്ചു നോക്ക്. ജയിച്ചാൽ നമ്മുടെ എല്ലാം ഭാഗ്യം. തോറ്റാൽ തോൽക്കില്ല അങ്കിൾ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വെരി ഗുഡ്, ഗോ അഹെഡ്.